കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും കാത്തിരിക്കുന്ന 8ാം ശമ്പള കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. എന്നാൽ എല്ലാവർക്കും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്നതാണ് വസ്തുത. ചില പ്രത്യേക വിഭാഗം ജീവനക്കാർക്ക് ഈ ശമ്പള വർധനവിന്റെ ഗുണഫലങ്ങൾ ലഭിക്കില്ലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും കാത്തിരിക്കുന്ന 8ാം ശമ്പള കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 2026 ജനുവരിയിൽ നടപ്പിലാക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ഇതുവരെയും പുതിയ ശമ്പള പരിഷ്കരണം സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല. ശമ്പള വർധനവ്, പെൻഷൻ പരിഷ്കരണം, അലവൻസുകൾ, ഫിറ്റ്മെന്റ് ഘടകം തുടങ്ങി 8ാം CPC-യുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. ഒക്ടോബറിൽ സർക്കാർ ടേംസ് ഓഫ് റെഫറൻസ് അംഗീകരിച്ചുവെങ്കിലും കമ്മീഷന്റെ ശുപാർശകൾ സമർപ്പിക്കാൻ 18 മാസം വരെ എടുത്തേക്കാം. എന്നാൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ എല്ലാവർക്കും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്നതാണ് വസ്തുത. ചില പ്രത്യേക വിഭാഗം ജീവനക്കാർക്ക് ഈ ശമ്പള വർധനവിന്റെ ഗുണഫലങ്ങൾ ലഭിക്കില്ലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സർക്കാർ സ്ഥാപനങ്ങളിൽ കരാർ അടിസ്ഥാനത്തിലോ താൽക്കാലികമായോ ജോലി ചെയ്യുന്നവർക്ക് സാധാരണയായി ശമ്പള കമ്മീഷൻ ശുപാർശകൾ ബാധകമാകാറില്ല. ഇവർക്ക് അതത് വകുപ്പുകൾ നിശ്ചയിച്ചിട്ടുള്ള ഫിക്സഡ് സാലറി മാത്രമേ ലഭിക്കൂ. അതുപോലെ തന്നെ ഗുരുതരമായ അച്ചടക്ക ലംഘനങ്ങളുടെ പേരിലോ സാമ്പത്തിക ക്രമക്കേടുകളുടെ പേരിലോ നടപടി നേരിടുന്ന ജീവനക്കാർക്ക് ശമ്പള വർധനവ് തടഞ്ഞുവെക്കാനും സാധ്യതയുണ്ട്. ഇന്ത്യയിലുടനീളം ഏകദേശം 50.14 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാരും 69 ലക്ഷം പെൻഷൻകാരും 8ാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ 7ാം ശമ്പള കമ്മീഷൻ പ്രകാരം 2.57 ഫിറ്റ്മെന്റ് ഫാക്ടർ. ഇത് 3.68 വർദ്ധിപ്പിക്കണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. ഇത് നടപ്പിലായാൽ കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 18,000 രൂപയിൽ നിന്ന് 26,000 രൂപയായി വർദ്ധിച്ചേക്കാം. ഇതിനോടൊപ്പം DA, വീട്ടുവാടക അലവൻസ് എന്നിവയിലും വലിയ വർധനവുണ്ടായേക്കും. എന്നാൽ 8ാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. എങ്കിലും ഫിറ്റ്മെന്റ് ഫാക്ടറും ആനുകൂല്യങ്ങളും സംബന്ധിച്ച് ജീവനക്കാരുടെ സംഘടനകൾ നൽകിയ നിവേദനങ്ങൾ സർക്കാർ പരിഗണനയിലാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.